ക്രിസ്റ്റഫർ നോളാൻ്റെ ഒഡീസി ആണല്ലോ ഇപ്പം എങ്ങും സംസാര വിഷയം. ഒഡീസി സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്കറിയാം, ഒഡീസി സിനിമ ബേസ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് എപ്പിക്കായിട്ടുള്ള ഇല്യാഡിനെയും ഒഡീസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഹോമറിൻ്റെ ഇല്യാഡ് ആൻഡ് ഒഡീസി ഏൻഷ്യൻ ഗ്രീക്സിനെ പറ്റിയിട്ടുള്ള പോയത്തിൻ്റെ രൂപത്തിൽ എഴുതപ്പെട്ടേക്കുന്ന ഒരു കൃതിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏൻഷ്യൻ ഗ്രീക്സും ഏൻഷ്യൻ ഇന്ത്യൻസും തമ്മിൽ വളരെ പ്രധാനപ്പെട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടുപേരും ആര്യൻസ് ആണ്. ഭാഷാപരമായും വംശീയമായും ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രധാന കാര്യം, ഇല്യാഡ് ആൻഡ് ഒഡീസി സംസാരിക്കുന്നതും വേദങ്ങളും മഹാഭാരതയും രാമായണവും സംസാരിക്കുന്നതും ഒരേ ആളുകളെ പറ്റി തന്നെയാണ്, ആര്യൻസിനെ പറ്റി. ഈ ഒരു സിമിലാരിറ്റി നമുക്കൊരിക്കലും കണ്ണടക്കാൻ പറ്റാത്തതാണ്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇല്യാഡ് ആൻഡ് ഒഡീസിയിലാണെങ്കിലും വേദങ്ങളിൽ മഹാഭാരത രാമായണത്തിലാണെങ്കിലും കുതിരയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിനെ പറ്റിയിട്ടാണ്. ട്രോജൻ ഹോഴ്സിൻ്റെ രൂപത്തിൽ ഇല്യാഡിൽ കുതിര വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുമ്പോൾ അശ്വമേധം പോലുള്ള കാര്യങ്ങളിലൂടെ മഹാഭാരതത്തിലും രാമായണത്തിലും കുതിരയ്ക്ക് വലിയൊരു പങ്കുണ്ട്. രണ്ടാമതായിട്ട്, ദൈവങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റിയാണ്. ഏൻഷ്യൻ ഗ്രീസിലാണെങ്കിലും ഏൻഷ്യൻ ഇന്ത്യയിലാണെങ്കിലും ദൈവങ്ങളെ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒഡീസി കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേരാണ് സിയൂസിൻ്റെ. ഏൻഷ്യൻ ഗ്രീസിലെ അവരുടെ പ്രൈമറി ഗോഡ് സിയൂസ് ആണ്. സിയൂസ് ശരിക്കും കാണിക്കുന്നത് ലൈറ്റ്നിങ്ങിനെയും തണ്ടറിനെയാണ്. സ്കൈയിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. നിങ്ങൾ വേദങ്ങൾ നോക്കുന്ന സമയത്ത് വേദങ്ങളിലുള്ള ഏറ്റവും പ്രൈമറി ഗോഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഇന്ദ്രനാണ്. ഇന്ദ്രനും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതേ ലൈറ്റ്നിങ്ങിനെയും തണ്ടറിനെയും തന്നെയാണ്. സിയൂസിൻ്റെ ഇന്ത്യൻ വേരിയൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ദ്രനെ പറയാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് രാജ്യങ്ങളിലും യുദ്ധത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. ഇല്യാഡ് ആൻഡ് ഒഡീസിയിൽ ട്രോജൻ വാറിൻ്റെ പ്രാധാന്യം നിങ്ങൾ കണ്ടതാണ്. അതേപോലെ തന്നെ വേദങ്ങളിൽ ദി ബാറ്റിൽ ഓഫ് 10 കിങ്സ് ആണെങ്കിലും മഹാഭാരതത്തിലുള്ള മഹാഭാരത യുദ്ധമാണെങ്കിലും ഇതേപോലെ തന്നെ സിമിലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ പ്രധാനപ്പെട്ടതാണ് യുദ്ധങ്ങളായിട്ട് ബന്ധപ്പെട്ട മൂല്യങ്ങൾ. ദി ലോ ഓഫ് സിയൂസ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഒഡീസി സിനിമ കണ്ടപ്പോൾ പല പ്രാവശ്യം കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ മഹാഭാരത യുദ്ധത്തിൽ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്. യുദ്ധങ്ങളോട് ചേർത്ത് നിൽക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. ഓണർ, റെസ്പെക്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതിന് ഇല്യാഡ് ആൻഡ് ഒഡീസി കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ഇന്ത്യൻ മിത്തോളജിയും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് എപ്പിക്സിലും അമ്പിനും വില്ലിനും കൊടുക്കുന്നൊരു പ്രാധാന്യം. ഒഡീസി കണ്ട നിങ്ങൾക്കറിയാം, ഒഡീസിയസ് തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വില്ല് വളച്ച് അമ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ മഹാഭാരതത്തിലും രാമായണത്തിലും സ്വയംവരത്തിൻ്റെ ഭാഗമായിട്ട് അർജുനൻ്റെയും അതേപോലെ തന്നെ ശ്രീരാമൻ്റെയും സിമിലർ ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. അതേപോലെ തന്നെ ഒഡീസി കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ആനിമൽ സാക്രിഫൈസിന് കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ്. മൃഗങ്ങളെ ബലി കൊടുക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന കുറേ കഴിവുകൾ, അല്ലെങ്കിൽ അതിലൂടെ നേടിയെടുക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരുതൽ, ഇത് വേദങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്റ്റഫർ നോളാൻ്റെ ഒഡീസി ഒരു ഗ്രീക്ക് എപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇന്ത്യൻസിനോടും കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കഥ തന്നെയാണ്.